ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത് ഇൻവെസ്റ്ററും ബിൽഡറും തമ്മിൽ ഏർപ്പെടുന്ന ഒരു കോൺട്രാക്റ്റാണ്. അതായത് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ എല്ലാം മനസ്സിലാക്കിയിട്ട് ഇരു കൂട്ടരും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. അതായത് ആ ഫ്ലാറ്റ് കംപ്ലീഷൻ ആകുമ്പോൾ എത്ര പെർസെൻറ്റേജ്, ആ ടോട്ടൽ സ്ക്വയർ ഫീറ്റിൻ്റെ എത്ര പെർസെൻറ്റേജാണ് നമ്മുടെ ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഓണർക്ക് ബിൽഡർ കൊടുക്കാമെന്നുള്ള അതാണ് ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഇപ്പോൾ സപ്പോസ് 25,000 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ 50,000 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ നമ്മുടെ ഗ്രൗണ്ടെങ്കിൽ, നിലയാകുമ്പം എത്ര സ്ക്വയർ ഫീറ്റ് നമുക്ക് ഊഹിക്കാമല്ലോ. സോ അതിൻ്റെ ഒരു 25 to 30% ഒക്കെ ആയിരിക്കും നമുക്ക് ഈ ബിൽഡർ നമ്മൾ ചിലപ്പോൾ എഗ്രി ചെയ്യുന്നത്. അത് ഓഫ് കോഴ്സ് ആ സ്ഥലത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ മറ്റ് പല ഘടകങ്ങളനുസരിച്ചിട്ടാണ് അവർ അഗ്രിമെൻറ്റ് വെക്കുന്നത്. വൺസ് ഫ്ലാറ്റിൻ്റെ പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടുള്ള 25-30% സ്ക്വയർ ഫീറ്റ്, അത് എത്ര ഫ്ലാറ്റാണോ അത്രയും ഫ്ലാറ്റ് നമുക്ക് ഇൻവെസ്റ്റർ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ഓണർക്ക് ഒന്നുകിൽ അവർക്ക് ഡയറക്റ്റ് സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ബിൽഡർ തന്നെ അത് സെല്ല് കൊടുക്കുന്നതാണ്. നിങ്ങൾ ഊഹിക്കുക, നിങ്ങളുടെ ആ സ്ഥലത്തിന് സപ്പോസ് 10-25 CR ആണെങ്കിൽ ഈ ഒരു ഇപ്പം എറണാകുളത്തൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ 1 CR, 75 lakh, 1 CR, 2 CR ഒക്കെയാണ് ഒരു ഫ്ലാറ്റിൻ്റെ വില. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നല്ലൊരു സ്ക്വയർ ഫീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാം എത്രയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഹൈക്ക് എന്നറിയാം. സോ ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. പക്ഷേ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നല്ലൊരു ജെന്യുവിനും നല്ലൊരു ക്രെഡിബിളായിട്ടുള്ളൊരു ബിൽഡറിനുമായിട്ട് മാത്രമേ നിങ്ങളിങ്ങനെയുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടാവൂ. അപ്പം ഇതുപോലുള്ള നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനും നല്ല പ്രോപ്പർട്ടി റിലേറ്റഡ് വീഡിയോ ആയിട്ട് പ്ലീസ് ഫോളോ. ബൈ.